ഹലോ ലവ്ലീസ്. കഥ ആരംഭിക്കുന്നത് വളരെ വലിയ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. അവിടെ വളരെ ആവേശകരമായ ഒരു റെസ്ലിംഗ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും നിൽക്കുന്ന കാണികൾ ആവേശത്തോടെ അലറി വിളിക്കുന്നുണ്ട്. ഈ വലിയ ജനക്കൂട്ടത്തിനിടയിൽ നമ്മുടെ നായകനായ ഡാനിയൽ കെൽനർ നിൽപ്പുണ്ട്. ഡാനിയൽ ഒരു സാധാരണക്കാരനല്ല, വാർഡെക്സ് എന്നു പേരുള്ള വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു ഇൻ്റലിജൻസ് കമ്പനിയിലെ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ചുറ്റും നടക്കുന്ന ബഹളങ്ങളിലൊന്നും അവർ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് വാർഡെക്സിലെ 2 ഏജന്റുമാർ ഡാനിയലിൻ്റെ അടുത്തേക്ക് വരുന്നത്. അവർ വളരെ കർശനമായ സ്വരത്തിൽ അവനോട് അവൻ്റെ കയ്യിലുള്ള ബാഗ് താഴെ വയ്ക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഡാനിയൽ അതിന് തയ്യാറായില്ല. പകരം തികഞ്ഞ ധൈര്യത്തോടെ അവൻ അവരോട് ചോദിച്ചു, എൻ്റെ കാമുകി ജെയിൻ എവിടെയാണ്? ഡാനിയൽ വാർഡെക്സിൽ നിന്നും ചില അതിപ്രധാനമായ രഹസ്യ ഫയലുകൾ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫയലുകൾ അടങ്ങിയ ഡ്രൈവുകൾ ആ ബാഗിലാണ് ഉണ്ടായിരുന്നത്. ഏജന്റുമാർ അവനോടൊരു ഡീൽ സംസാരിക്കുന്നു. അവൻ ആ ബാഗ് അവർക്ക് കൈമാറിയാൽ മാത്രം ജെയിനെ അവർ വിട്ടയക്കാം എന്നവർ പറയുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഡാനിയൽ ആ ബാഗ് അവർക്ക് കൊടുക്കുകയാണ്. ഏജന്റുമാർ ഉടൻ തന്നെ ബാഗ് വാങ്ങി അതിനുള്ള ഡ്രൈവുകളെല്ലാം എണ്ണി തിട്ടപ്പെടുത്താൻ തുടങ്ങി. ഈ സമയത്ത് ആ വാർഡെക്സിലെ CEO ആയ നോവ അവിടേക്ക് എത്തുന്നുണ്ട്. ഡാനിയലിൻ്റെ ഈ പ്രവൃത്തിയിൽ നോവയ്ക്ക് കടുത്ത നിരാശയുണ്ടായിരുന്നു. അതയാളുടെ മുഖത്ത് വ്യക്തമായി കാണാം. ജെയിൻ എവിടെ? ഡാനിയൽ വീണ്ടും ദേഷ്യത്തോടെ ചോദിച്ചു. എന്നാൽ നോവ അതിന് മറുപടി പറയാതെ ഡാനിയൽ ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്നും അവൻ്റെ കൂട്ടുപ്രതികൾ ആരൊക്കെയാണെന്നും ചോദിച്ചു. തുടർന്ന് നോവ ഡാനിയലിൻ്റെ ബാഗിനുള്ളിൽ കൈയിട്ട് ഒരു ചെറിയ പ്രൊട്ടക്റ്റീവ് കേസ് പുറത്തെടുത്തു. എന്നാൽ അത് തുറന്നു നോക്കിയ നോവ ശരിക്കും ഞെട്ടിപ്പോയി. അതിനുള്ള ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഉപകരണം ഡിവൈസ് അതിലില്ലായിരുന്നു. ഉടൻ തന്നെ ഡാനിയൽ തൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ആ ഉപകരണം പുറത്തെടുത്ത് അവർക്ക് നേരെ ഉയർത്തി കാണിച്ചു. അത് കണ്ട ഉടനെ നോവ ഭയന്നുപോയി. അയാൾ തൻ്റെ ഏജന്റുമാരോട് തോക്ക് താഴെയിടാനും പിന്മാറാനും ആവശ്യപ്പെട്ടു. കാരണം അവർ ഡാനിയലിന് നേരെ വെടിയുതിർത്താൽ ആ ഒരു ഡിവൈസ് പ്രവർത്തിപ്പിക്കുമെന്നും അത് സംഭവിച്ചാൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും നോവയ്ക്ക് നന്നായി അറിയാമായിരുന്നു. തുടർന്ന് ഡാനിയൽ ജെയിനെ സുരക്ഷിതമായി തൻ്റെ കാറിലേക്ക് കയറ്റുന്നു. അപ്പോൾ നോവ വളരെ ഗൗരവത്തോടെ ഡാനിയലോട് പറയുന്നുണ്ട്, ആ ഫയലുകളുടെ വിവരങ്ങൾ നീ പുറത്തു വിട്ടാൽ അത് ഈ ലോകത്തിന് ഒരു ഗുണവും ചെയ്യില്ല. ചരിത്രത്തിന് ഒരു റീസെറ്റ് കീ ഇല്ല. നീ അത് ചെയ്താൽ പിന്നെ അത് തിരുത്താൻ കഴിയില്ല. ഇത് കേട്ട് ഡാനിയൽ വളരെ കൂളായി മറുപടി നൽകി. അതുതന്നെയാണ് എൻ്റെ പ്ലാനും. അതിനുശേഷം നോവ തൻ്റെ വലം കൈയായ ബോയിഡിൻ്റെ നേരെ തിരിഞ്ഞു. കാരണം വാർഡെക്സിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഡാനിയൽ എങ്ങനെയാണ് തകർത്തതെന്ന് എന്ന് മനസ്സിലാക്കാൻ കഴിയാൻ നിൽക്കുകയായിരുന്നു നോവ. ഡാനിയലും ജെയിനും കാറിൽ യാത്ര ചെയ്യുകയാണ്. ജെയിൻ ശരിക്കും ആശയക്കുഴപ്പത്തിലാണ്. കാരണം അവളും ഡാനിയലും തമ്മിൽ പ്രണയത്തിലായിട്ട് വെറും കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഡാനിയലിൻ്റെ യഥാർത്ഥ ജോലിയെക്കുറിച്ചോ ഇത്തരം അപകടങ്ങളെക്കുറിച്ചോ അവൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നേ? അവൾ അവനോട് ചോദിച്ചു. നീ രാജ്യദ്രോഹം ചെയ്തു എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. ഇത് കേട്ട് ഡാനിയൽ അവളോട് പറഞ്ഞു, ഞാൻ ചെയ്തത് രാജ്യദ്രോഹമൊന്നുമല്ല, മാത്രമല്ല അവർ ഗവൺമെൻറ് ഒന്നുമല്ല, കള്ളം പറയുക എന്നാണ് അവരുടെ ജോലി തന്നെ. ഇതിട്ട് പേടിച്ചു പോയി ജെയിൻ തന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ അവർ കാത്തിരിപ്പുണ്ടാവും എന്ന് പറഞ്ഞ് ഡാനിയൽ ആ ശ്രമം ഉപേക്ഷിക്കുന്നു. തുടർന്ന് ഡാനിയൽ ആ ഡിവൈസ് അതിൻ്റെ കവറിലേക്ക് തന്നെ സുരക്ഷിതമായി വെച്ചതിനു ശേഷം തൻ്റെ മേലധികാരിയായ ഹ്യൂഗോയെ ഫോൺ വിളിക്കുന്നു. താൻ വിജയകരമായി ഫയലുകൾ സ്വന്തമാക്കി എന്ന് ഡാനിയൽ ഹ്യൂഗോയെ അറിയിച്ചു. ഇത് കേട്ട് തനിക്ക് ഡാനിയൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ഹ്യൂഗോയും മറുപടി പറയുന്നു. വാർഡെക്സുകാർ തന്നെ പിടിക്കാൻ വേണ്ടി ജെയിനെ തട്ടിക്കൊണ്ടുപോയ കാര്യം ഡാനിയൽ ഹ്യൂഗോയോട് പറയുന്നുണ്ട്. ഇനി ഈ ബാഗ് എവിടെയാണ് എത്തിക്കേണ്ടത് എന്നവൻ ചോദിച്ചു. എന്നാൽ തൽക്കാലം ആ ബാഗ് ഡാനിയൽ തന്നെ സൂക്ഷിക്കാൻ ഹ്യൂഗോ നിർദ്ദേശിക്കുന്നു. ഇതിട്ട് ഡാനിയലിന് ദേഷ്യം വരുന്നുണ്ട്. താനൊരു ഫീൽഡ് ഏജന്റ് അല്ലെന്നും തൻ്റെ പ്ലാൻ ഫയലുകൾ മോഷ്ടിച്ച് ആ ഡിവൈസ് അവിടെ നിന്നും പുറത്തെടുക്കുക എന്നത് മാത്രമായിരുന്നെന്നും അവൻ ഹ്യൂഗോയെ ഓർമ്മിപ്പിക്കുന്നു. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഹ്യൂഗോ സമാധാനിപ്പിക്കുകയാണ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ വേറെ ഒരാൾ കൂടി ആക്റ്റീവ് ആകാനുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഡാനിയൽ സുരക്ഷിതമായൊരു സ്ഥലത്ത് എത്തുമ്പോൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കാനും അവിടേക്ക് സാന്റിയാഗോ എന്നൊരാളെ അയക്കാം എന്നും ഹ്യൂഗോ പറയുന്നു. ഫോൺ വെച്ചതിന് ശേഷം ഇന്ന് രാത്രി സുരക്ഷിതമായി എവിടെ നിൽക്കും എന്ന് ഡാനിയൽ ചിന്തിക്കുമ്പോൾ തനിക്കൊരു സ്ഥലം അറിയാമെന്ന് ജെയിൻ പറയുകയാണ്. ഇതേ സമയം വാർഡെക്സ് ഓഫീസിൽ കാര്യങ്ങൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ബോയ്ഡ് നോഹയുടെ അടുത്തേക്ക് വന്നിട്ട് മോഷ്ടിക്കപ്പെട്ട ഫയലുകളുടെ കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് DOD ഒരു അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്നാൽ അതൊരു ചെറിയ സുരക്ഷാ വീഴ്ച മാത്രമാണെന്നും ഫയലുകൾ തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അവരോട് പറയാൻ നോഹ നിർദ്ദേശിക്കുന്നു. ഈ ഒരു സമയത്താണ് ബോയ്ഡ് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം പറയുന്നത്. വാർഡെക്സിലെ 12 ഏജന്റുമാർ ഇന്ന് ജോലിക്ക് വന്നിട്ടില്ല. മാത്രമല്ല അവരുടെ ഡെസ്കുകളെല്ലാം പൂർണ്ണമായും കാലിയാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇതൊരു സാധാരണ മോഷണമല്ലെന്നും വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത ഒരു ഓപ്പറേഷനാണെന്നും നോവയ്ക്ക് മനസ്സിലാവുന്നു. ഡാനിയൽ ഇതുവരെ ഫയലുകൾ പുറത്തുവിട്ടില്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റാരോ ഉണ്ട് എന്നയാൾ ഉറപ്പിക്കുകയാണ്. ഉടൻ തന്നെ ഹ്യൂഗോയെ വിളിക്കാൻ നോഹ ബോയ്ഡിനോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഹ്യൂഗോയും ഇന്ന് ജോലിക്ക് വന്നിട്ടില്ലെന്നും അയാളുടെ ഡെസ്ക് കാലിയാണെന്നും ബോയ്ഡ് കണ്ടെത്തുന്നു. കൂടാതെ സുരക്ഷാ അറയിൽ സൂക്ഷിച്ചിരുന്ന 2ാമത്തെ ഡിവൈസും കാണാനില്ല എന്ന വിവരവും ബോയ്ഡ് നോഹയെ അറിയിക്കുന്നു. 3ാമത്തെ ഡിവൈസ് എവിടെയാണെന്ന് നോഹ ചോദിക്കുമ്പോൾ അതിപ്പോഴും കോൾഡ് റൂമിൽ സുരക്ഷിതമായിരിപ്പുണ്ട് എന്ന് ബോയ്ഡ് ഉറപ്പുവരുത്തുകയാണ്. അങ്ങനെ ജെയിൻ ഡാനിയലിനെ കൂട്ടി പോകുന്നത് സെയിൻറ്റ് ക്ലാര മൊണാസ്ട്രി എന്നൊരു ആശ്രമത്തിലേക്കാണ്. അവിടെയുള്ള സിസ്റ്റർ മോറ അവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ട്.
സിസ്റ്റർ മോറ ജെയിനിൻ്റെ മുറിവുകൾ വൃത്തിയാക്കി മരുന്ന് വെച്ച് കൊടുക്കുമ്പോൾ അവർ പഴയ കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം മോറ ഡാനിയലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കർശനമായി പറയുന്നൊരു കാര്യമുണ്ട്. നീ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ നീ കൊണ്ടുവന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നും ജെയിനിനെ ഒഴിവാക്കിയിരിക്കണം. അങ്ങനെ സിസ്റ്റർ പോയതിനു ശേഷം ഡാനിയൽ ജെയിനോട് ചോദിക്കുന്നു, നീ ഒരു കന്യാസ്ത്രീയായിരുന്നോ? നമ്മൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടല്ലോ, പിന്നെ അതെങ്ങനെ? അവൾ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമായിരുന്നു എന്നവൻ കുറ്റപ്പെടുത്തുകയാണ്. സ്വന്തം വിവരങ്ങൾ രഹസ്യമായി വയ്ക്കുന്നത് തൻ്റെ ജോലിയുടെ ഭാഗമാണെന്നും, പക്ഷേ അവളെന്തിനാണ് ഈ സത്യം മറച്ചു വെച്ചത് എന്ന് മോൻ ചോദിക്കുന്നു. അപ്പോൾ ജെയിൻ പറയുകയാണ്, ആളുകൾ പെട്ടെന്ന് മറ്റുള്ളവരെ വിലയിരുത്താൻ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുമെന്നും അതുകൊണ്ടാണ് താനിത് പറയാതിരുന്നതെന്നും. തുടർന്ന് അവൾ ഡാനിയലിനോട് അവൻ യഥാർത്ഥത്തിൽ എന്താണ് മോഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നു. അവനാകട്ടെ താൻ സംരക്ഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഡേറ്റ തന്നെയാണ് മോഷ്ടിച്ചതെന്നും, കാരണം അതിലുള്ള സത്യം അറിയാൻ ലോകത്തുള്ള എല്ലാവർക്കും അവകാശമുണ്ടെന്നും പറയുന്നു. ജെയിൻ എന്തിനാണ് കന്യാസ്ത്രീ മഠം ഉപേക്ഷിച്ചത് എന്നവൻ ചോദിക്കുമ്പോൾ തനിക്ക് എന്നോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു എന്നാണ് അവൾ മറുപടി പറഞ്ഞത്. ഡാനിയൽ എത്ര നാളെ വാർഡെക്സിൽ ജോലി ചെയ്യുന്നു എന്നവൾ ചോദിച്ചു. 8 വർഷം മുമ്പ് സൈബർ കുറ്റകൃത്യങ്ങളുടെ പേരിൽ 19 മാസം ഫെഡറൽ ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തിറങ്ങിയ ഉടനെയാണ് തന്നെ അവർ റിക്രൂട്ട് ചെയ്തത് എന്നവൻ വെളിപ്പെടുത്തുന്നു. ക്രിമിനൽ റെക്കോർഡ് ഉണ്ടായിട്ടും അവർ ജോലിക്കെടുത്തത് അവൾക്ക് അത്ഭുതമായിരുന്നു. എന്നാൽ തൻ്റെ ആ ക്രിമിനൽ റെക്കോർഡ് കാരണമാണ് അവർ തന്നെ തിരഞ്ഞെടുത്തത് എന്നും ഡാനിയൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 3 മാസം മുമ്പ് വരെ തനിക്ക് വാർഡെക്സിൻ്റെ യഥാർത്ഥ രഹസ്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നുവെന്നും, എന്നാൽ ഇപ്പോൾ എല്ലാം മനസ്സിലാക്കിയ ശേഷം ഇനി അവർ കണ്ടുപിടിച്ച സത്യം അവർക്ക് മാത്രമുള്ളതല്ലെന്നും ഭൂമിയിലെ 800 കോടി ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നും അവൻ തറപ്പിച്ചു പറയുന്നു. എന്താണ് ആ സത്യം? നമുക്ക് നോക്കാം. നമ്മളിവിടെ നിന്നും കഥയുടെ ഫോക്കസ് അല്പമൊന്നും മാറുകയാണ്. അതും നല്ല അടിപൊളി സുന്ദരിയായ മാർഗരറ്റ് എന്നൊരു ക്യാരക്ടറിലേക്ക്. അവൾ KCXC എന്നൊരു ചാനലിലെ ഒരു വെതർ റിപ്പോർട്ടർ, കാലാവസ്ഥാ വാർത്തകൾ അവതരിപ്പിക്കുന്ന ആളാണ്. അവളുടെ കാമുകനായ ജാക്സൺ, ലീഷ. ജാക്സൺ ലാപ്ടോപ്പിൽ അവളുടെ ഒരു വാർത്താ സെഗ്മെന്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കാണുന്നത് മാർഗരറ്റിന് അത്ര ഇഷ്ടമായിരുന്നില്ല. ജാക്സൺ അവളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും അവൾ കാലാവസ്ഥ പ്രയോഗിച്ചത് തെറ്റായി പോയെന്നവൻ തമാശയെ പറയുന്നു. കാരണം മോൾ ആലിപ്പഴം വീഴുമെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ പുറത്ത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. താൻ വീക്കെൻഡ് ന്യൂസ് ആങ്കർ സ്ഥാനത്തേക്ക് കൊടുത്ത ഓഡിഷൻ ടേപ്പ് കണ്ടോ എന്നവൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് അവൻ അത് പ്ലേ ചെയ്യുന്നു. പക്ഷേ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് അത് കൊള്ളാം എന്ന് പറയുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് മാർഗരറ്റിന് വലിയ തൃപ്തിയില്ല. അവൾ വളരെ ഗൗരവത്തോടെ പറയുന്നു, നമുക്ക് എന്തായാലും മതി, ഇനി ഇവിടുന്ന് വീട് മാറാം. എപ്പോഴും ഇങ്ങനെ വീട് മാറുന്നാൽ ജാക്സന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. കുറച്ചുകൂടി വലിയൊരു നഗരത്തിലേക്ക് മാറണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. അവൾ ഡാലസ് എന്ന സ്ഥലത്ത് നിന്നും കൻസാസിലെ മാറിയിട്ട് അധികമായില്ല എന്നവൻ ഓർമ്മിച്ചു. ഡാലസിലായിരുന്നപ്പോഴും തനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്നവൾ പറയുന്നു. എന്നാൽ അവനാകട്ടെ കൻസാസിൽ തനിക്കൊരു മികച്ച മ്യൂസിക് കരിയർ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞുവെന്നും അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വീട് മാറലായിട്ട് മാത്രം കാണരുതെന്നും അവൻ വാദിക്കുന്നു. ഈ സംസാരത്തിനിടയിൽ പെട്ടെന്ന് ഒരു കാർഡിനൽ പക്ഷി, ഒരുതരം ചുവന്ന പക്ഷി ജനലിലൂടെ പറന്നുള്ളിലേക്ക് വരുന്നു. ഇത് കണ്ട മാർഗരറ്റ് അതിശയത്തോടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ജാക്സൺ ആദ്യം ഇത് രസമായി തോന്നിയെങ്കിലും അവളുടെ നിൽപ്പ് കണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അവൾ വളരെ വ്യക്തമായി ഫ്ലുവൻ്റായി റഷ്യൻ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ജാക്സൺ ശരിക്കും ഞെട്ടിപ്പോയി. അവൾക്കെങ്ങനെ റഷ്യൻ അറിയാം എന്നവൻ ചോദിച്ചപ്പോൾ അവൾ വീണ്ടും ഇംഗ്ലീഷിലേക്ക് മാറുകയും താൻ റഷ്യൻ എന്ന് സംസാരിച്ചിട്ടുള്ളോ എന്ന് തറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. മൊത്തത്തിൽ കൺഫ്യൂഷൻ. എന്താണിപ്പോൾ നടന്നതെന്ന് ഇരുവർക്കും മനസ്സിലാവുന്നില്ല. എന്തായാലും അധികം വൈകാതെ തനിക്ക് ജോലിക്ക് വൈകിയെന്ന് പറഞ്ഞ് അവൾ വേഗത്തിൽ അവിടെ നിന്ന് ഇറങ്ങി. ജോലിക്ക് പോകുന്ന വഴിയിൽ കാറിലിരുന്ന് പാട്ടും പാടിക്കൊണ്ട് പോകുകയായിരുന്നു മാർഗരറ്റ്. അമിത വേഗതയുടെ പേരിൽ ഒരു ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥൻ അവളുടെ കാർ തടഞ്ഞു നിർത്തി. എന്നാൽ സാധാരണ ആളുകളെ പോലെ പേടിക്കുന്നതിന് പകരം മാർഗരറ്റ് അയാളെ നോക്കി വളരെ ശാന്തമായി സംസാരിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ലൈസൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പോലീസ് കർശനമായി തന്നെ നിൽക്കുന്നുണ്ട് അയാളുടെ കണ്ണിലേക്ക് നോക്കുന്നതും പെട്ടെന്ന് എന്തോ പോലെ. എന്നിട്ട് പറയുന്നതോ, എനിക്ക് മനസ്സിലായി, നിങ്ങൾ വളരെ മോശം ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല നിങ്ങളുടെ ഭാര്യ ദേഷ്യപ്പെട്ടത് മറ്റൊന്നും കൊണ്ടല്ല, കുഞ്ഞിനെ നോക്കി ഉറക്കമൊഴിച്ച് ക്ഷീണിച്ചിട്ടാണെന്ന് അവൾ അയാളോട് പറയുന്നു. ഒപ്പം വൈഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട റെഡ് വെൽവെറ്റ് കപ്പ് കേക്കുകൾ വാങ്ങിക്കൊണ്ട് പോകാനും മാർഗരറ്റ് ഉപദേശിക്കുകയാണ്. കുഞ്ഞുണ്ടായതിൽ അയാൾക്ക് യാതൊരു വിഷമവുമില്ലെന്നും അയാൾ സ്വന്തം പിതാവിനെ പോലെ ക്രൂരനായ ഒരാളല്ലെന്നും കൂടി അവൾ പറഞ്ഞതോടെ ആ പോലീസുകാരൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. കാരണം തൻ്റെ ജീവിതം മാത്രമല്ല ആരോടും പറയാത്ത പല കാര്യങ്ങളും, അതും വ്യക്തിപരമായ കാര്യങ്ങൾ എവിടെ നിന്നോ വന്നൊരു സ്ത്രീ ഇപ്പോൾ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അന്തം വിട്ട് കുന്തം വിഴിക്കുന്ന സമയത്ത് അവൾ അവിടെ നിന്നും കാറുമെടുത്ത് പോകുമ്പോഴും അയാൾക്കൊന്നും മനസ്സിലായിരുന്നില്ല. അതുപോലെ തന്നെ അവൾക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതേ സമയം വാർത്താ ചാനലുകളിൽ ലോകത്ത് നടക്കാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ചുള്ള വാർത്തകളാണ് വരുന്നത്. 3ാം ലോക മഹായുദ്ധം ഏതാണ്ട് പൊട്ടിപ്പുറപ്പെടാറായിരിക്കുന്നു. അമേരിക്കൻ റഷ്യയും മിസൈലുകൾ പ്രയോഗിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട മിലിറ്ററി ബേസുകളുടെ അടുത്തുള്ള സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാർഗരറ്റ് തൻ്റെ ചാനൽ ഓഫീസിൽ എത്തുമ്പോൾ അവളുടെ ബോസ് ക്ലേ വളരെ ദേഷ്യത്തിലായിരുന്നു. കാരണം ഇത്രയും ലേറ്റ് ആയില്ലേ. അവൾ വൈകിയതിന് ക്ഷമ ചോദിക്കുകയും വഴിയിൽ വെച്ച് പോലീസുകാരൻ തടഞ്ഞെന്നും എന്നാൽ അയാളുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ താൻ എങ്ങനെയൊക്കെ താനേ അറിഞ്ഞു എന്നൊക്കെ പറയാൻ ശ്രമിച്ചു. എന്നാൽ ഇതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ ക്ലേ 90 സെക്കൻഡിനുള്ളിൽ അവൾ ഓൺ എയർ പോകണമെന്ന് കർശനമായി പറയുന്നു. അപ്പോഴാണ് മാർഗരറ്റ് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ നോക്കുന്നത്. അവൾ എന്നിട്ട് പെട്ടെന്ന് അവരോട് പറയുകയാണ്,
നീ നിന്റെ ക്രൂരനായ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകണം. കാരണം നീ നിന്റെ മകളും ഇതിനകം ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പോലീസിനെ വിളിക്കണം. മുന്നേ പോലീസുകാരെ കണ്ട അതേ നിൽപ്പ് ഇപ്പോൾ ഇവരിലും. തുടർന്ന് ക്യാമറ ലൈവാകുന്നു. കാലാവസ്ഥാ വാർത്ത വായിക്കാൻ തുടങ്ങിയ മാർഗറ്റ് പെട്ടെന്ന് നിശ്ചലയായി. എന്നിട്ട് അവൾ സംസാരിക്കുന്നതിന് പകരം നാക്കുകൊണ്ട് അസാധാരണമായ ചില ശബ്ദങ്ങൾ, ബാഹുബലിയിലെ വില്ലനായ കാലകനെ പോലെ ഒരുതരം ടക് ടോക്ക് ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഇത് കണ്ടുടനെ പരിസ്ഥിതിയിലേക്ക് മാറ്റാൻ ക്ലേ ആവശ്യപ്പെടുന്നു. നിമിഷങ്ങൾക്കകം മാർഗറ്റ് ബോധം കെട്ട് വീഴുകയാണ്. ഇന്നേരം ആശ്രമത്തിൽ കിടന്നുറങ്ങിയിരുന്ന ഡാനിയൽ പുറത്ത് സാന്റിയാഗോയുടെ കാറിന്റെ ഹോൺ കേട്ടാണ് ഉണരുന്നത്. സാന്റിയാഗോ അറിയാലോ, ഹ്യൂഗോ പറഞ്ഞിട്ട ആള്. അങ്ങനെ താൻ പിന്നീട് വന്ന് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഡാനിയൽ ജെയിനോട് യാത്ര ചോദിക്കുന്നു. എന്നാൽ അവൾ അവനെ കാറിലേക്ക് പിന്തുടരുകയാണ്. തിരികെ പോകാൻ പറഞ്ഞിട്ടും അവൾ കൂട്ടാക്കുന്നില്ല. യാത്രക്കിടയിൽ ഡാനിയൽ ഹ്യൂഗോയെ വിളിച്ച് ഈ ബാഗ് ഇനിയും എത്ര നേരം കൊണ്ടു നടക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. സാന്റിയാഗോയുടെ കൂടെ അവരിപ്പോൾ സുരക്ഷിതരാണെന്നും അവരൊരു സേഫ് ഹൗസിലേക്കാണ് കൊണ്ടുപോകുമെന്നും ഹ്യൂഗോ പറയുന്നു. എന്തായാലും അവിടെ എത്തിയാൽ ഉടനെ വിളിക്കാനും നിർദ്ദേശിക്കുകയാണ്. ഇതേസമയം വാർഡെക്സിൽ മോഷ്ടിക്കപ്പെട്ട ഫയലുകളുടെ കാര്യത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിലെ ജനറൽ ഡോബ്സ് കടുത്ത ദേഷ്യത്തിലാണ്. ഡാനിയലിനെ പിടികൂടാൻ 12,000 FBI ഏജന്റുമാരെ വിന്യസിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടത്തിയാൽ അത് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ച് പറ്റും എന്നും പറഞ്ഞ് നോഹ ആ പ്ലാൻ നിരസിക്കുകയാണ്. ദാറ്റ് മീൻസ് എന്തോ വലിയൊരു കാര്യമാണ് ഡാനിയലിന്റെ കയ്യിലുള്ളത്. ഈ സമയത്താണ് കൻസാസിലെ ഒരു വെതർ റിപ്പോർട്ടറുടെ വിചിത്രമായ ലൈവ് വീഡിയോ ഇന്റർനെറ്റിൽ വൈറലാകുന്നുണ്ട് എന്ന വിവരം ഒരു ഏജന്റ് നോയോട് പറയുന്നത്. ഏത്? നമ്മുടെ മാർഗറ്റിന്റെ. അങ്ങനെ ആ റിപ്പോർട്ടറുടെ പേര് മാർഗറ്റ് ഫെയർചൈൽഡ് എന്നാണെന്നും കാലിഫോർണിയയിലാണ് ജനിച്ചതെന്നും അയാൾ പറയുന്നു. ഇത് കേട്ട ഉടനെ ഫയലുകളിലെ രഹസ്യ ഡേറ്റയിലുള്ള ഭാഷയും ഇവൾ സംസാരിച്ച ഭാഷയും ഒന്ന് തന്നെയാണോ എന്ന് നോ ചോദിക്കുന്നു. അത് രണ്ടും തികച്ചും ഒന്നാണെന്ന് ഏജന്റ് ഉറപ്പുവരുത്തുകയാണ്. ബോധം കെട്ടു വീണ മാർഗറ്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ MRI സ്കാൻ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം ഡോക്ടർ അവൾക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുന്നു. എന്നാൽ തനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് മാർഗറ്റിന് ഉറപ്പായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. തൻ്റെ പിതാവ് 47-ാമത്തെ വയസ്സിൽ പാർക്കിൻസൺസ് രോഗം വന്നാണ് മരിച്ചതെന്നും തനിക്ക് ഇനി അസുഖമാണോ എന്ന് അവൾ പേടിയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഡോക്ടർ അത് നിഷേധിക്കുന്നു. പെട്ടെന്ന് പുറത്തേക്ക് നോക്കിയ മാർഗറ്റ് അവിടെ നിൽക്കുന്ന ആളുകൾ തന്നെ നിരീക്ഷിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, അവർ FBI ഏജൻസ് ആണെന്നും അവരോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വന്നതാണെന്നും ഡോക്ടർ പറയുന്നു. എന്നാൽ അവരെ കുറച്ച് നേരം സൂക്ഷിച്ച് നോക്കിയിട്ട് യഥാർത്ഥത്തിൽ FBI ഏജൻസ് അല്ല എന്ന് മാർഗറ്റ് പതുക്കെ പറയുന്നുണ്ട്. മാർഗറ്റിന് 10 വയസ്സുള്ളപ്പോൾ ഉണ്ടായ ഒരു ആഘാതത്തെക്കുറിച്ച്, ട്രോമയെക്കുറിച്ച് ഡോക്ടർ ചോദിക്കുന്നു. ഇതെങ്ങനെ ഡോക്ടർക്ക് അറിയാമെന്ന് ചിന്തിക്കുമ്പോഴാണ് ജാക്സൺ ആയിരിക്കും ഇതിലാണ് ഡോക്ടറോട് പറഞ്ഞത് എന്നവൾക്ക് മനസ്സിലാവുന്നത്. തനിക്ക് ആ സംഭവത്തെക്കുറിച്ച് വലിയ ഓർമ്മയില്ല എന്നവൾ പറയുന്നു. എന്നാൽ അവൾക്ക് ഇപ്പോഴും ആ 10-ാം വയസ്സിലുണ്ടായ ട്രോമയെക്കുറിച്ചിട്ട് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ വരാറുണ്ടെന്ന് ജാക്സൺ വെളിപ്പെടുത്തുന്നു. ചിത്രശലഭങ്ങൾ, കാട്ടിലെ ഹാൻസൽ ആൻഡ് ഗ്രേറ്റൽ കഥയിലേതുപോലുള്ള വീട്, കൂടാതെ ഉറക്കത്തിൽ അവൾ കുട്ടികളുടെ പാട്ടുകൾ പാടാറുണ്ടെന്നും അവൻ പറയുന്നു. ഇതൊക്കെ എന്തിനാണ് ഈ ഡോക്ടറോട് പറഞ്ഞതെന്ന് അവൾ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അവനോട്. അങ്ങനെ നിമിഷങ്ങൾക്കകം മാർഗറ്റ് സ്വഭാവം വീണ്ടും മാറുന്നു. അവൾ പുറത്ത് നിൽക്കുന്നവരുടെ മനസ്സ് വായിച്ചെന്ന പോലെ പറയുകയാണ്, ആ നിൽക്കുന്നവർക്ക് ഡാനിയൽ കെൽനർ എന്നൊരാളെ കൊല്ലണം. തനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് അഭിനയിക്കാൻ അവൾ ജാക്സണോട് ആവശ്യപ്പെടുന്നു. എന്താണ് നടക്കുന്നത് മനസ്സിലാക്കാതെ അവൻ നിൽക്കുമ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകും എന്നവൾ തറപ്പിച്ച് പറയുന്നു. ഇന്നേരം ഡാനിയലും ജെയിനും ആ സേഫ് ഹൗസിലേക്ക് എത്തുകയാണ്. ഉള്ളിൽ കയറിയ ഡാനിയൽ അവിടെ കുറേ മാനുകൾ അവനെ തന്നെ ഉറ്റുനോക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് വിശദീകരിക്കാൻ ജെയിൻ ആവശ്യപ്പെടുന്നു. ഈ വാർഡെക്സ് എന്നാൽ വേവ്ഡ് റിപ്പോർട്ടിംഗ്, ഡെവലപ്മെന്റ് ആൻഡ് എക്സ്ട്രാക്ഷൻ എന്നതിൻ്റെ ചുരുക്കമാണെന്ന് ഡാനിയൽ പറയുന്നു. തുടർന്ന് ഡാനിയൽ ഒരു ഡ്രൈവ് കണക്ട് ചെയ്യുകയാണ്. അതിൽ പ്ലേ ആയ വീഡിയോ കണ്ട് ജെയിൻ ഞെട്ടിത്തരിച്ചുപോയി. ഇൻ വിവോ 10 എന്ന് പേരുള്ള ഒരു അന്യഗ്രഹ ജീവിയെ യാതൊരു അനസ്തീഷ്യം നൽകാതെ വളരെ വേദനയേറിയ ഒരു മെഡിക്കൽ പരീക്ഷണത്തിന് വിധേയമാക്കുന്ന കാഴ്ചയായിരുന്നു അത്. ആ ജീവി വേദന കൊണ്ട് പുളയുകയായിരുന്നു. ഇതേ പരീക്ഷണത്തിൽ മുൻപ് മറ്റൊരു അന്യഗ്രഹ ജീവിയും മരിച്ചു പോയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇപ്പോൾ അതീവ ശ്രദ്ധ വേണമെന്നൊക്കെ നോഹ അതിനൊപ്പമുള്ള ടെക്നീഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതൊക്കെ വീഡിയോയിൽ കേൾക്കാം. ബാക്കിയുള്ള ഡ്രൈവുകളിൽ ഇതുപോലുള്ള 79 വർഷത്തെ വിവരങ്ങൾ ഉണ്ടെന്ന് ഡാനിയൽ അവളോട് പറയുകയാണ്. 1970s മുതൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസും വാർഡെക്സും ചേർന്ന് യാതൊരു സർക്കാർ ഫണ്ടുമില്ലാതെ രഹസ്യമായി അന്യഗ്രഹ സാങ്കേതിക വിദ്യകൾ, ഏലിയൻ ടെക്നോളജീസ്, റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നുണ്ടെന്ന് അവൻ വെളിപ്പെടുത്തുന്നു. ഈ ടെക്നോളജി ഉപയോഗിച്ച് അവർ കോടിക്കണക്കിന് രൂപയാണ് സമ്പാദിക്കുന്നത്. എന്നാൽ ഇത് തെറ്റായ കൈകളിലെത്തിയാൽ ലോകം തന്നെ നശിച്ചു പോകുന്ന വലിയൊരു ആയുധമായി മാറുമെന്നും അവൻ പറയുന്നു. നീ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവൾ ചോദിച്ചു. ഫുൾ ഡിസ്ക്ലോഷർ, ഈ ലോകം മുഴുവൻ ഈ സത്യം അറിയിക്കണം, ഡാനിയൽ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഈ സത്യം പുറത്തു വന്നാൽ ആളുകൾ അന്യഗ്രഹ ജീവികളെ ദൈവമായി കാണുമെന്നും അവരുടെ വിശ്വാസങ്ങൾ തകരുമെന്നും അവൾ മുന്നറിയിപ്പ് നൽകി. ഇവളെ ചർച്ചിൽ നിന്നും പുറത്തു വന്ന ആളല്ലേ എന്ന് ഡാനിയൽ ചോദിച്ചപ്പോൾ തനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് ദൈവം എന്നത് തികച്ചും ദിവ്യമാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്തതുകൊണ്ടാണ് താൻ മാറിയത് എന്നവൾ പറയുന്നു. എങ്കിലും സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ ദൈവമെന്ന സങ്കല്പം അത്യാവശ്യമാണെന്ന് അവൾ വാദിക്കുന്നു. 3-ാം ലോക മഹായുദ്ധം പടിവാതിൽക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ
ഇത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നത് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്ന് അവൾ പറയുകയാണ്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ഡാനിയൽ ഹ്യൂഗോയെ ബന്ധപ്പെടാനായി ബാഗുമെടുത്ത് പുറത്തേക്ക് പോകുന്നു. വാൾഡെക്സിൽ ഇന്നേരം ബോയ്ഡ് ആ കോൾഡ് സ്റ്റോറേജിൽ നിന്നും മറ്റൊരു ഡിവൈസ് എടുത്തുകൊണ്ടുവരുന്നത്. അന്യഗ്രഹജീവികളുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരേ ഒരാൾ ഹ്യൂഗോ മാത്രമാണെന്നും അയാൾക്ക് മാത്രമേ ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയൂ എന്നും ബോയ്ഡ് നോഹയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ നോഹ അത് വകവയ്ക്കാതെ ഉപകരണം വാങ്ങി പ്രവർത്തിപ്പിക്കുകയാണ്. ആ ഡിവൈസിന്റെ സഹായത്തോടെ ഡാനിയലിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ നോഹ ശ്രമിക്കുന്നു, ഒരുതരം മൈൻഡ് കൺട്രോൾ പോലെ. എന്നാൽ ആ ശ്രമം പരാജയപ്പെടുകയും നോഹയ്ക്ക് കഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഡാനിയലിന്റെ മുഖം ഒരു നിമിഷം കണ്ടപ്പോഴേക്കും തന്റെ ശ്വാസം നിലച്ചു പോകുന്ന പോലെ തോന്നിയെന്ന് നോഹ പറയുന്നു. അന്യഗ്രഹജീവികളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസർ ആയിരിക്കാൻ ഡാനിയലെന്നും അതുകൊണ്ടാണ് അവന്റെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയാത്തതെന്നും ബോയ്ഡ് കണ്ടെത്തുന്നു. ഉടൻ തന്നെ ഒരു തന്ത്രമെന്ന നിലയിൽ ഡാനിയലിന് പകരം ജെയിന്റെ മനസ്സ് നിയന്ത്രിക്കാൻ ബോയ്ഡിന്റെ ഒരു ഉപദേശവും. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇതേസമയം ആശുപത്രിയിൽ നിന്നും മാർഗരറ്റും ജാക്സണും വിജയകരമായി രക്ഷപ്പെടുന്നു. കാറിൽ വെച്ച് അവൾക്ക് അപരിചിതമായ നമ്പറിൽ നിന്നും ഫോൺ കോൾ വരുന്നു. അത് ആ ലൈവ് ബ്രോഡ്കാസ്റ്റ് കണ്ട ഹ്യൂഗോ ആയിരുന്നു. മിസ്റ്റർ ഫെയർചൈൽഡ്, നിങ്ങളെ പരിചയപ്പെടാൻ ഞാൻ ഒരുപാട് നാളായി കാത്തിരിക്കുകയായിരുന്നു, അയാൾ പറഞ്ഞു. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം എന്നും അയാൾ പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് എനിക്കൊരു ചുക്കും അറിയില്ലെന്നും ഇപ്പം തന്നെ വല്ലാതെ ഭയന്നിരിക്കുകയാണെന്ന് അവൾ മറുപടി നൽകി. അവളുടെ ആ പരിഭ്രമമൊക്കെ കേട്ടിട്ട് ഹ്യൂഗോ വളരെ ശാന്തമായി പറയുന്നതാകട്ടെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാസഞ്ചർ മാത്രമാണ്. 6 ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ താൻ സഹായിക്കാം എന്നയാൾ ഉറപ്പ് നൽകുന്നു. അവളെക്കുറിച്ച് അവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നെന്നും വാർത്താ ചാനലിലെ സംഭവം കാണുന്ന ശേഷമാണ് ബന്ധപ്പെട്ടെന്നും അയാൾ അറിയിക്കുന്നു. പെട്ടെന്ന് മാർഗരറ്റ് 87 32 62 6 എന്ന നമ്പറിനെ കുറിച്ച് ചോദിക്കുന്നു. അവൾക്കതും ആരാണെന്നറിയാമെന്ന് ഹ്യൂഗോ പറഞ്ഞപ്പോൾ ഡാനിയൽ കെൽനർ എന്നവൾ മന്ത്രിക്കുകയാണ്. അവളുടെ മനസ്സിൽ വിചിത്രമായ പല പല കോൺഷ്യസ്നെസ്സുകൾ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അവബോധങ്ങളെ വിശ്വസിക്കാനും മനസ്സ് പറയുന്ന വഴിയുടെ സഞ്ചരിക്കാനും ഹ്യൂഗോ അവളോട് പറയുന്നു. ഒപ്പം കോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ആരും ട്രാക്ക് ചെയ്തിരിക്കാനായി ഫോൺ നശിപ്പിച്ച് കളയാനും അയാൾ നിർദ്ദേശിക്കുന്നു. ഇനി എങ്ങനെ ബന്ധപ്പെടുമെന്ന് അവൾ ചോദിച്ചപ്പോൾ അവൾ വൈകാതെ തങ്ങളെ കണ്ടെത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അയാൾ പറഞ്ഞു നിർത്തുന്നു. ഉടൻ തന്നെ മാർഗരറ്റ് ആ ഫോൺ കാറിന്റെ ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ കാർ അതിന്റെ മുകളിലൂടെ കയറ്റി അത് നശിപ്പിക്കാൻ അവൾ ആവശ്യപ്പെടുന്നു. എന്നിട്ട് ജാക്സണോട് പെട്ടെന്ന് തോന്നിയ പോലെ കാറ് വടക്കോട്ട് ഓടിക്കാനും ആവശ്യപ്പെടുന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവിടെയാണ് ഡാനിയലുള്ളത് എന്നവൾ പറയുകയാണ്. ഡാനിയൽ ആരാണെന്ന് അവൾക്ക് യാതൊരു അറിവുമില്ലെങ്കിലും അവൻ വടക്ക് ഭാഗത്ത് എവിടെയാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഇന്നേരം ഡാനിയലിന്റെ കാര്യം നോക്കിയാലോ? അവൻ വീണ്ടും ഹ്യൂഗോയെ വിളിക്കുകയാണ്. താൻ അയച്ചു കൊടുത്ത വീഡിയോ കാണാൻ ഹ്യൂഗോ ഡാനിയലോട് പറയുന്നു. ആ വീഡിയോയിലുള്ള ആളെയാണ് നമ്മൾ കാത്തിരുന്നത്. എന്നിട്ട് മാർഗരറ്റ് പറയുന്ന ആ കാര്യങ്ങൾ ഡാനിയലിനെ കേൾപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടാതിരിക്കുക എന്നാണ് അവൾ പറഞ്ഞതെന്ന് ആ ശബ്ദങ്ങൾ കേട്ടോടനെ ഡാനിയലിന് വ്യക്തമായി. എന്നാൽ അത് ഇംഗ്ലീഷ് ഭാഷ അല്ലാത്തതുകൊണ്ട് ആർക്കും മനസ്സിലായില്ല എന്ന് ഹ്യൂഗോ പറയുന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഡാനിയൽ പറയുന്നു, അത് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് തന്നെയായിരുന്നു എന്ന്. കാരണം അവൻ്റെ കാഴ്ചപ്പാടിൽ ഇതങ്ങനെയാണ് മൈൻഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ ഡാനിയലിനെ കൻസാസ് സിറ്റിയിലേക്ക്, അതായത് മാർഗരറ്റുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒരു കാർ അയക്കാമെന്നും ഇന്ന് രാത്രി ഒരു ലോക്കൽ മോട്ടലിൽ തങ്ങാനും ഹ്യൂഗോ നിർദ്ദേശിക്കുന്നു. ഒപ്പം ഒരു ഓർമ്മപ്പെടുത്തലും, ആ 2 പേർ നിങ്ങൾ മാത്രമാണ്, അതായത് ഡാനിയലും മാർഗരറ്റും. ഇതിനിടയിൽ നോഹ വിജയകരമായി ജെയിൻ്റെ മനസ്സ് കൺട്രോൾ ചെയ്യുന്നു. അവളുടെ മനസ്സിലായി നോഹ പ്രത്യക്ഷപ്പെടുകയാണ്. വളരെ കൂളായി സംസാരിച്ച് അവളൊരു കസേരയിൽ എത്തിയ ശേഷം അവളിപ്പോൾ എവിടെയാണെന്ന് അയാൾ ചോദിക്കുന്നു. അവൾ തൻ്റെ കയ്യിലുള്ള കുരിശുമാല മുറുകെ പിടിച്ചുകൊണ്ട് തനിക്കറിയില്ല എന്ന് പറയുകയാണ്. ആ കുരിശിലെ പിടി മുറുക്കിയതോടെ നോഹയുടെ മൈൻഡ് കൺട്രോൾ കണക്ഷൻ കട്ടാകുന്നു. നോഹയുടെ ഹൃദയമെടുപ്പും സോഡിയം ലെവലും അസാധാരണമായ വിധം കൂടുന്നത് ഏജന്റുമാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് നിർത്താൻ അവർ പറയുന്നുണ്ടെങ്കിലും നോഹ വീണ്ടും ആ മൈൻഡ് കണക്ഷൻ സ്ഥാപിക്കുന്നു. ഇത്തവണയിൽ വളരെ കർശനമായി അവളോട് കഴിഞ്ഞ രാത്രി എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അവൾ കൺട്രോൾ കൈവിട്ടുപോയി മറുപടി നൽകി. മൊണാസ്ട്രി ഓഫ് സെന്റ് ക്ലിയർ ഓഫ് ദ ഡോൺ, ആ ആശ്രമം. പിന്നാലെ വഴിയിൽ ഏതൊക്കെ ബോർഡുകൾ കണ്ടു എന്ന് ചോദിച്ചപ്പോൾ സാക്സ്വില്ല എന്നും ഒരു നദി കണ്ടെന്നും അവൾ പറയുന്നു. ഈ വിവരങ്ങളൊക്കെ വെച്ചിട്ട് ഡാനിയൽ ഒളിച്ചിരിക്കുന്ന ഫാം ഹൗസ് ഏജന്റുമാർ കണ്ടെത്തുകയാണ്. അവരെ പിടികൂടാൻ നോഹ ഉടൻ തന്നെ ഒരു ടീമിനെ അയക്കുന്നു. ഇതിനിടയിൽ നോഹ ജെയിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. അവിടേക്ക് വരുന്ന തൻ്റെ ഏജന്റുമാർക്ക് ഡാനിയലിനെ കൊല്ലാൻ കഴിഞ്ഞെങ്കിൽ അവനെ നീ തന്നെ കൊല്ലണം. കാരണം അവൻ പുറത്തുവിടാൻ പോകുന്ന സത്യങ്ങൾ താങ്ങാനുള്ള ശക്തി ഈ ലോകത്തിനില്ല. ഇതെല്ലാം കേട്ട് പരമാവധി ശ്രമിച്ച് ജെയിൻ വീണ്ടും കണക്ഷൻ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നോഹ വീണ്ടും അവളുടെ മനസ്സ് നിയന്ത്രിച്ച് അവിടെയുള്ളൊരു വലിയ കത്തി കയ്യിലെടുക്കാൻ അവളെ നിർബന്ധിക്കുന്നു. ഇതേസമയം ഡാനിയൽ അപകടത്തിലാണെന്ന് മാർഗരറ്റിന് മനസ്സിലാകുന്നു. അവൾ പെട്ടെന്ന് ജാക്സന്റെ ഫോൺ വാങ്ങി ഡാനിയലിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവർ നിന്നെ കണ്ടുപിടിച്ചു, ഞാൻ ആരാണെന്നോ അവരാരാണെന്നോ എനിക്കറിയില്ല, പക്ഷേ അവർ നിന്നെ കൊല്ലാൻ വരികയാണ് ഡാനിയൽ എന്നവൾ അനോണിമസായി മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനിടയ്ക്ക് അവളുടെ സ്വഭാവമാറ്റമൊക്കെ കണ്ടിട്ട് തൻ്റെ ഫോൺ തിരികെ തരാൻ പറഞ്ഞിട്ട് ജാക്സൺ അവിടെ ബഹളം ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്. വൈകാതെ മാർഗരറ്റ് പറഞ്ഞത് സത്യമാണെന്ന് ഡാനിയലിന് മനസ്സിലായി. വാൾഡെക്സ് ഏജന്റുമാർ ആ ഫാം ഹൗസ് വളഞ്ഞു കഴിഞ്ഞു. പെട്ടെന്ന് ബുദ്ധി പ്രയോഗിച്ച ഡാനിയൽ ഏജന്റുമാരുടെ ഒരു വണ്ടിയിൽ കയറി അത് നേരെ ഫാം ഹൗസിലേക്ക് ഇടിപ്പിച്ച് കയറ്റുന്നു. ആ ബഹളത്തിനിടയിൽ അവൻ ജെയിനെയും കൂട്ടി കാറിൽ അവിടെ നിന്നും അതിവേഗം രക്ഷപ്പെടുന്നു. വാൾഡെക്സ് വാഹനങ്ങൾ അവരെ പിന്തുടരുകയാണ്.
ഈ ചേസിനിടയിൽ നോഹ വീണ്ടും ജെയിൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യുകയും കയ്യിലൊളിപ്പിച്ചിട്ടുള്ള ആ കത്തി വെച്ച് ഡാനിയലിനെ കുത്തിക്കൊല്ലാൻ അവളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അവളവനെ കുത്താൻ തുടങ്ങുമ്പോഴേക്കും പിന്നിൽ വന്ന വാർഡക്സ് വണ്ടി ഇവരുടെ കാറിലേക്ക് ഇടുകയും അവരുടെ കയ്യിൽ നിന്ന് കത്തി താഴെ വീഴുകയും ചെയ്യുന്നു. സ്വബോധം ചെറിയ രീതിയിലൊന്ന് വന്നതും പെട്ടെന്ന് അവൾ ആ കത്തിയെടുത്ത് സ്വന്തം കയ്യിലേക്ക് തന്നെ കുത്തിയിറക്കി. ആ കഠിനമായ വേദനയിൽ നോഹയുടെ മൈൻഡ് കൺട്രോൾ തകരുകയാണ്. വാർഡക്സ് ഏജന്റുമാരിൽ ഒരാൾ നോഹയുടെ കയ്യിൽ നിന്ന് വീണ ആ ഡിവൈസ് എടുക്കാൻ ശ്രമിക്കുന്നതും പെട്ടെന്ന് അയാൾ അദൃശ്യനാവുന്നു. എന്നാൽ ആ ഡിവൈസ് താഴെ ഇടുന്നതും അയാൾ വീണ്ടും പ്രത്യക്ഷനാവുന്നു. എന്തൊക്കെയോ അറിയാത്ത രഹസ്യങ്ങൾ ഈ ഡിവൈസിനുണ്ടെന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും മറ്റൊരാൾ ഗ്ലൗസ് ഉപയോഗിച്ചത് എടുക്കുന്നതും ഒന്നും സംഭവിക്കുന്നില്ല. ചേസിംഗിന് നേരം ഡാനിയലിനും ജെയിനും നേരെ തകർത്ത് വെടിതീർക്കുകയാണ്. ഇതിനിടയ്ക്ക് തന്നെ കൊല്ലാൻ ശ്രമിച്ചതിന് ജെയിൻ ഡാനിയലുടെ മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്നാൽ അത് നോഹ ചെയ്യിപ്പിച്ചാണെന്ന് തനിക്കറിയാമെന്ന് പറഞ്ഞ് അവനവളെ സമ്മാനിപ്പിക്കുന്നു. അങ്ങനെ അവർ ഒരു ഡെഡ് എൻഡിൽ എത്തിച്ചേരുകയാണ്. ഡാനിയൽ ജെയിലിനോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ടെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. പകരം കാറിൻ്റെ ആക്സിലേറ്ററിന് മുകളിൽ അവൾ ഒരു വലിയ കല്ലെടുത്ത് വയ്ക്കുന്നു. അതോടെ ആ കാർ അതിവേഗം മുന്നോട്ട് പോയി വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. അവർ രണ്ടുപേരും കാറിനുള്ളിൽ കുടുങ്ങി വീണു എന്ന് ഏജന്റുമാരെ വിശ്വസിപ്പിക്കാനായിരുന്നു ആ തന്ത്രം. അങ്ങനെ ഇരുവരും അവിടുന്ന് സ്കൂട്ടാകുമ്പോൾ മാർഗരറ്റും ജാക്സണും ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് നിർത്തുകയാണ്. അവിടുത്തെ ആ കാഴ്ച നോക്കിയ ജനങ്ങൾ ലോകമഹായുദ്ധം പേടിച്ചിട്ട് ആവശ്യ സാധനങ്ങൾ വാങ്ങി ശേഖരിക്കുന്ന തിരക്കിലാണ്. മാർഗരറ്റിന് എന്തായാലും ഡാനിയലിനെ കണ്ടെത്തിയേ തീരൂ. എന്നാൽ അവൾക്ക് ഭ്രാന്താണെന്നും തിരികെ ആശുപത്രിയിലേക്ക് പോകണമെന്നും ജാക്സൺ തർക്കിക്കുന്നു. വെള്ളം വാങ്ങിക്കാനെന്ന് സ്റ്റോറിനുള്ളിൽ കയറിയ ജാക്സൺ ഡോക്ടറെ വിളിച്ചിട്ട് അവരുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നും ഉടൻ താൻ തിരികെ കൊണ്ടുവരാൻ പോവുകയാണെന്ന് അറിയിക്കുന്നു. എന്നാൽ അയാൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ മാർഗരറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത കാറിലുണ്ടായിരുന്ന ഒരു ചെറുക്കനോട് അവൾ അയാളെ സ്നേഹിക്കുന്നുണ്ടെന്നും പോകുന്നത് കിഴക്കോട്ടാണെന്നും അറിയിച്ചിട്ട് അവൾ അവിടെ നിന്ന് അപ്പോഴേ സ്ഥലം വിട്ടിരുന്നു. എന്തായാലും ഏജന്റുമാരിൽ നിന്ന് രക്ഷപ്പെട്ട ഡാനിയലും ജെയിനും ഒരു മോട്ടൽ മുറിയെടുക്കുകയാണ്. ഹ്യൂഗോയുമായിട്ടുള്ള സംസാരത്തിൽ എന്തിനാണ് തന്നെ കൻസാസ് സിറ്റിയിലേക്ക് അയക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ കൃത്യമായ മറുപടി നൽകുന്നില്ല. ഒപ്പം തനിക്ക് ചില വിചിത്രമായ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട് ഡാനിയൽ പറയുന്നു. മുന്നേ നമ്മൾ മാൻ്റെ കാര്യത്തിൽ കണ്ടുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന എന്നാൽ വളരെ സൗഹാർദ്ദപരമായി പെരുമാറുന്ന മൃഗങ്ങൾ തന്നെ ഉറ്റുനോക്കുന്നത് അവന് ഓർമ്മ വരുന്നുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് തന്നെ വാർഡെക്സിലേക്ക് റിക്രൂട്ട് ചെയ്തത് ഹ്യൂഗോയുടെ ഐഡിയ ആയിരുന്നല്ലേ എന്നവൻ ചോദിക്കുന്നുണ്ട്. അല്ല എന്ന് ഹ്യൂഗോ മറുപടി നൽകുന്നു. തൻ്റെ കുട്ടിക്കാലത്തെ പല കാര്യങ്ങളും തനിക്ക് ഓർമ്മയില്ലെന്നും എന്നാൽ എന്തൊക്കെയോ തന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടെന്നും അവൻ പറയുന്നു. ഹ്യൂഗോ അവനെ സമ്മാനിപ്പിച്ചിട്ട് പിറ്റേന്ന് രാവിലെ KCXC ന്യൂസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഡാനിയലോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് നോഹ വീണ്ടും ജെയിനെ മൈൻഡ് കൺട്രോൾ ചെയ്യുമോ എന്ന് ഭയന്ന് അവർ നിലവിലുള്ള ആ ലൊക്കേഷൻ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡാനിയൽ അവിടെ നിന്ന് മാറ്റുന്നു. ഒപ്പം ഹ്യൂഗോ അയച്ചെന്നൊരു വീഡിയോ ജെയിനെ കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് മാർഗരറ്റിൻ്റേതാണ്. അവൾക്കത് മനസ്സിലാകുന്നുണ്ടോ എന്നവൻ ചോദിക്കുന്നു. എന്നാൽ അത് കേട്ടിട്ട് ഒരർത്ഥവുമില്ലാത്ത ശബ്ദങ്ങൾ ജിബറിഷ് ആണെന്ന് അവൾ പറയുന്നു. എന്നാൽ തനിക്കിത് വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ടെന്നും അതൊരു മാത്തമാറ്റിക്സ് ആണെന്നും തൻ്റെ മനസ്സ് അതിനെ താനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഡാനിയൽ പറയുന്നു. ജെയിൻ്റെ കാര്യം നോക്കിയ തന്നെ കൊണ്ട് വീണ്ടും ഡാനിയൽ യാതൊരു ആപത്തും ഉണ്ടായിരിക്കാൻ തൻ്റെ കൈ കെട്ടിയിടാൻ അവൾ ആവശ്യപ്പെടുന്നു. മനസ്സോടെ അവൻ അത് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ കൃത്യം അർദ്ധരാത്രിക്ക് നോഹ വീണ്ടും ജെയിൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യുകയാണ്. ഡാനിയൽ കയ്യിൽ ചുരുട്ടി വെച്ചിരിക്കുന്ന പേപ്പർ വെച്ചിട്ട് അവർ നിൽക്കുന്ന മോട്ടലിൻ്റെ പേര് കണ്ടുപിടിക്കുന്നു. അല്പസമയത്തിനകം ഹ്യൂഗോ പറഞ്ഞുവിട്ട് സാന്റിയാഗോ അവിടെ വരെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നുണ്ടെങ്കിലും ഇതിനോടൊപ്പം തന്നെ വാർഡെക്സ് വാഹനങ്ങൾ മോട്ടിൽ പടയുന്നുകൊണ്ട് അയാൾ അവിടെ നിന്നും വണ്ടിയെടുത്ത് പോകുന്നു. വൈകാതെ തങ്ങളെ അവർ കണ്ടുപിടിച്ചുവെന്ന് ഡാനിയൽ ജെയിനെ വിളിച്ചുണർത്തി പറയുന്നു. ബാത്റൂമിൽ ജനലിലൂടെ അവളെ പുറത്തേക്ക് കടക്കാൻ സഹായിച്ച ശേഷം അവൻ ആ ഒരു ഡിവൈസ് അവളെ ഏൽപ്പിക്കുകയാണ്. എന്ത് വില കൊടുത്തും അത് സംരക്ഷിക്കണമെന്ന് അവൻ പറയുന്നു. ഒപ്പം അതൊരിക്കലും തുറക്കരുതെന്നും. അവളാകട്ടെ അവനെയും കൂടെ വരാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ പറഞ്ഞയക്കുന്നു. നിമിഷങ്ങൾക്കകം വാർഡെക്സ് ഏജൻസ് എല്ലാം മുറിയുടെ വാതിൽ തകർത്ത് അകത്തേക്ക് കയറി ഡാനിയലിനെ പിടികൂടുകയാണ്. അവൾ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ ആ ഡിവൈസ് ഇല്ലായിരുന്നു. അതെവിടെയാണെന്ന് അവർ ചോദിച്ചപ്പോൾ ഡാനിയൽ വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ജെയിൻ ഇതിനോടകം തന്നെ കാടിനുള്ളിലൂടെ ഓടി രക്ഷപ്പെട്ടിരുന്നു. ഡാനിയലിനെ അവർ ഒരു ബ്ലാക്ക് സൈറ്റ് മിലിറ്ററി ബേസിലേക്ക് ഒരു രഹസ്യ സൈനിക കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെയാണ് നോഹ. വൈകാതെ നോഹ അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. ആ ഡിവൈസ് എവിടെയാണെന്നും ഹ്യൂഗോയുടെ യഥാർത്ഥ പ്ലാൻ എന്താണെന്നും അയാൾ ചോദിക്കുന്നു. എന്നാൽ അവിടെ അതിശയകരമായ കാര്യം നടക്കുവാണ്. മാർഗരറ്റ് ഈ ഒരു സമയത്ത് ഡാനിയലുള്ള ആ ഒരു സ്ഥലം കൃത്യമായി അവളുടെ മനസ്സിലൂടെ കണ്ടുപിടിച്ച് അവിടേക്ക് എത്തുന്നു. പ്രവേശന കവാടത്തിൽ വെച്ച് ഒരു ഏജന്റ് അവളെ തടയുന്നുണ്ട്. എന്നാൽ മാർഗരറ്റ് ആകട്ടെ എല്ലാം അറിയുന്ന പോലെ അയാളുടെ പേര് തോമസ് ആണെന്നും അയാളുടെ ID നമ്പറും കൃത്യമായി പറയുന്നു. ഇതിട്ട് ഞെട്ടി നിൽക്കെ ഒരു രഹസ്യ പാസ്വേഡ് കൂടി പറയുന്നതോടെ അവൾ ഉള്ളിലേക്ക് കടത്തിവിടുകയാണ്. അങ്ങനെ ഉള്ളിലേക്ക് എത്തിയ മാർഗരറ്റ് ഡാനിയലിൻ്റെ മുന്നിലേക്ക് എത്തുന്നു. തൻ്റെ പുതിയ കഴിവ് ഉപയോഗിച്ച് മാർഗരറ്റ് നോഹയുടെ മനസ്സിനെ സ്വാധീനിക്കുകയാണ്. എങ്ങനെയെന്നാൽ നോഹ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന തൻ്റെ മരിച്ചുപോയ ഭാര്യ ജോസലിനെ മാർഗരറ്റ് നോഹയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അതായത് മുന്നിൽ നിൽക്കുന്നത് മാർഗരറ്റ് ആണെങ്കിലും നോഹയ്ക്ക് അത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ പോലെയാണ് തോന്നുന്നത്, ഒരു ഇല്യൂഷൻ പോലെ. ഈ കാഴ്ച കണ്ട് നോഹ സ്തംഭിച്ച് നിൽക്കുമ്പോൾ ബോയ്ഡ് മാർഗരറ്റിനെ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ നോഹയാകട്ടെ അയാളെ തടയുകയും ഏജന്റുമാരോട് പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മാർഗരറ്റ് ഹാർഡ് ഡ്രൈവിൽ അടങ്ങിയ ബാഗുമെടുത്ത് ഡാനിയലിനൊപ്പം പുറത്തേക്ക് നടക്കുന്നു. അവരെ തടയാൻ ബോയ്ഡ് ഏജന്റുമാരോട് പറയുന്നുണ്ടെങ്കിലും മാർഗരറ്റ് തൻ്റെ കഴിവുപയോഗിച്ച് അവരെ തടയാൻ വന്ന ഏജന്റുമാരുടെ എല്ലാം മനസ്സ് മാറ്റി
അവർ സുരക്ഷിതമായി പുറത്തു കടക്കുന്നു. എങ്ങനെയെന്നാൽ ഓരോ ഏജന്റുമാരുടെയും പ്രിയപ്പെട്ട ആൾക്കാരെ പോലെ തന്നെ മാർഗരറ്റ് മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നിച്ചുകൊണ്ട്, അതും പേഴ്സണലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഇതെല്ലാം കണ്ടിട്ട് ഇവരെല്ലാം മാർഗരറ്റിന് എങ്ങനെ അറിയാം എന്ന് ഡാനിയൽ ചോദിക്കുമ്പോൾ തനിക്ക് ആരെയും അറിയില്ല എന്ന് അവൾ പറയുന്നു. ഇത് എങ്ങനെയൊക്കെ വന്നു പോകുന്നു എന്ന പോലെ. ദേഷ്യം വന്ന ബോയിഡാകട്ടെ തൻ്റെ തോക്കും കാറിൻ്റെ താക്കോലും എടുത്ത് അവരെ കൊല്ലാനായി പുറപ്പെടുന്നു. ഡാനിയലും മാർഗരറ്റും കാറിൽ രക്ഷപ്പെടുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. കൻസാസ് സിറ്റിയിലേക്കാണെന്നും എന്നാൽ എന്തിനാണെന്ന് തനിക്കറിയില്ലെന്നും അവൾ പറയുന്നു. അങ്ങനെ അവൾ ഡാനിയലിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ ഇതിനു മുമ്പ് ജയിലിൽ കിടന്നിട്ടുള്ള കാര്യം പറയുന്നു. ഇത് കേട്ട് അവൻ ഞെട്ടി. ആ ഞെട്ടിൽ കണ്ടിട്ട് താൻ ഒരാളെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങളും അവർ അനുഭവിച്ച വികാരങ്ങളും തനിക്ക് നേരിട്ട് കാണാനും അനുഭവിക്കാനും സാധിക്കുന്നുണ്ടെന്ന് അവൾ വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഡാനിയലിൻ്റെ തോളിലെ ആ മുറിവ് അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്നും അവൻ ജെയിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്നും അവൾ കൃത്യമായി പറയുന്നു. ഈ കഴിവുകളെല്ലാം കഴിഞ്ഞ ദിവസം ഒരു പക്ഷി ജനലിലൂടെ ഉള്ളിലേക്ക് വന്നതിന് ശേഷമാണ് തനിക്ക് ലഭിച്ചതെന്ന് അവൾ പറയുകയാണ്. ഇത് കേട്ട് ഞെട്ടുന്നതും ഡാനിയൽ അത്ഭുതത്തോടെ ചോദിക്കുന്നു, ഒരു കാർഡിനൽ പക്ഷിയായിരുന്നു അത്? ഇത് കേട്ടതും മാർഗരറ്റിന് ഞെട്ടൽ. അതെങ്ങനെ അവനറിയാം? തനിക്ക് 20 വയസ്സുള്ളപ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴും സമാനമായൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. ഡാനിയൽ കോളേജിൽ പഠനത്തിൽ വളരെ മോശമായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കുന്നു. എന്നാൽ താനൊരു ബുദ്ധിമാനായിരുന്നു എന്നവൻ വാദിക്കുമ്പോൾ മയക്കുമരുന്നും പാർട്ടീസും ഒക്കെയാണ് അവനെ നശിപ്പിച്ചത് എന്നവൾ വിളിച്ചു പറയുന്നു. ഇത് കേട്ട് ചമ്മിപ്പോയ ഡാനിയൽ അവളെ തടയുന്നു. തുടർന്ന് അവൻ തൻ്റെ കഥ പറയുകയാണ്. ഒരു ദിവസം കിടപ്പുറയിൽ താൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരോ തന്നെ നിരീക്ഷിക്കുന്ന പോലെ തോന്നി. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരു കാർഡിനൽ പക്ഷി ജനലിലിരിക്കുന്ന കണ്ടു. ആ നിമിഷം മുതൽ തൻ്റെ ജീവിതം മാറി മറിഞ്ഞു. എത്ര വലിയ സങ്കീർണമായ പാറ്റേണുകളും വലിയ കണക്കുകളും തൻ്റെ മനസ്സിൽ താനേ സോൾവ് ആകുന്ന അവസ്ഥ അവനുണ്ടായി. ഈ കഴിവ് കാരണം അവൻ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടുവെന്നും ജെയിനെ കണ്ടുമുട്ടുന്നവരെ അവനത് വെറുപ്പായിരുന്നുവെന്നും മാർഗരറ്റ് മനസ്സിലാക്കുന്നു. തൻ്റെ ജീവിതമെല്ലാം പറയുന്ന കേട്ട് അവൻ പുഞ്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടാതിരിക്കുക, ഡാനിയൽ പറഞ്ഞു. ഇതവൾ ടി വിയിൽ പറഞ്ഞ കാര്യമായിരുന്നു. എന്നാൽ താനപ്പോൾ എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുകയായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞതെന്ന് മാർഗരറ്റ് അറിയുന്നു. പക്ഷേ ഡാനിയലിന് അത് വ്യക്തമായി മനസ്സിലായിരുന്നു. ഇതെല്ലാം പറഞ്ഞ് അവർ ലെവൽ ക്രോസിനടുത്ത് നിൽക്കുകയാണ്. ബോയിഡ് തൻ്റെ കാറുമായി അവരുടെ പിന്നാലെ എത്തുകയും അവരുടെ കാറിനെ ഇടിപ്പിച്ച് ഒരു ട്രെയിനിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. വൈകാതെ അവരുടെ കാർ ട്രെയിനിലുടക്കി വലിച്ചടയ്ക്കപ്പെടുന്നു. ഡാനിയൽ അതിൽ നിന്നും പുറത്തു കടന്ന് ട്രെയിനിൻ്റെ ഗോവണിയിൽ പിടിച്ചു കയറുന്നു. ഇതിനിടയിൽ ബോയിഡ് അവർക്ക് നേരെ വെടി തീർക്കുന്നുണ്ട്. അവസാന നിമിഷം മാർഗരറ്റ് ഡാനിയലിൻ്റെ കൈ പിടിച്ച് ട്രെയിനുള്ളിലേക്ക് ചാടി കയറുന്നു. ട്രെയിനിലേക്ക് കയറിയ പാടെ മാർഗരറ്റിന് ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാവുകയാണ്. തൻ്റെ കൈകൾ മരവിച്ചു പോകുന്നുണ്ടെന്നും അച്ഛനെ പോലെ തന്നെ തനിക്കും പാർക്കിൻസൺസ് രോഗം വരികയാണെന്നും അവൾ അലറിക്കരയുന്നു. പാനിക് അറ്റാക്ക് മനസ്സിലാക്കി ഡാനിയൽ അവളെ സമാനിപ്പിക്കുകയും അവളുടെ കൈകൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പിയാനോയുടെ സ്ട്രിങ്ങുകൾ വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. അതോടെ അവൾക്ക് ആശ്വാസമാകുന്നു. ഇനി നമുക്ക് ഹ്യൂഗോയിലേക്ക് വരാം. കാരണം അയാൾക്കിപ്പോൾ എന്തൊക്കെയോ തോന്നലുകൾ ഉണ്ടാവുകയാണ്. നോഹ തൻ്റെ മനസ്സിലേക്ക് കിടക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഹ്യൂഗോയ്ക്ക് മനസ്സിലാവുന്നു. അയാൾ തൻ്റെ കൂടെയുള്ള ഏജന്റുമാരോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയാണ്. വൈകാതെ അതുപോലെ തന്നെ നോഹ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കെൽനർ ഒരു എക്സ്പീരിയൻസർ ആയിരുന്നു അല്ലേ? നോഹ ചോദിച്ചു. അതായത് അന്യഗ്രഹ ജീവികളുമൊത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞൊരാൾ. അതെ, ഹ്യൂഗോ മറുപടി കൊടുത്തു. അവനെ റിക്രൂട്ട് ചെയ്യാൻ നിന്നോട് പറഞ്ഞത് ഇൻവിവോ 17 ആയിരുന്നല്ലേ? അതെ, അതിനും ഹ്യൂഗോ അതേ മറുപടി തന്നെ പറഞ്ഞു. ഈ ഇൻവിവോ 17 എന്നുള്ളത് മറ്റു അന്യഗ്രഹ ജീവിയാണ്. ഡാനിയൽ അന്യഗ്രഹ ജീവികളുടെ പ്ലാൻ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവൻ അവരെയാണ് സഹായിക്കുന്നതെന്നും മനുഷ്യരാശിയല്ല എന്ന് നോഹ വാദിക്കുന്നു. എന്നാൽ ഹ്യൂഗോ അത് എതിർക്കുന്നു. അന്യഗ്രഹ ജീവികളൊക്കെയും സഹാനുഭൂതിയെ, എമ്പതിയെ ഒരു വലിയ ഗുണമായാണ് കാണുന്നതെന്നും എന്നാൽ മനുഷ്യർക്ക് അതില്ലാത്തതുകൊണ്ടാണ് ലോകം യുദ്ധത്തിലേക്കും നാശത്തിലേക്കും പോകുന്നതെന്നും ഹ്യൂഗോ പറയുന്നു. തൻ്റെ ഭാര്യ മരിച്ച സമയത്താണ് നോഹയ്ക്ക് സ്വന്തം സമയം നഷ്ടപ്പെട്ടതെന്നും അന്നു മുതലാണ് എല്ലാവരോടും നോഹയ്ക്ക് വിശ്വാസമില്ലാതായതെന്നും ഹ്യൂഗോ കുറ്റപ്പെടുത്തുന്നു. മനസ്സും സ്വഭാവം വെച്ച് നോക്കുമ്പോൾ മനുഷ്യരെക്കാൾ ദൈവത്തോടടുത്ത് നിൽക്കുന്നത് ഇൻവിവോ 17 ആണെന്നും അവരെ ഭയക്കേണ്ടതില്ലെന്നും ഹ്യൂഗോ വ്യക്തമാക്കുന്നു. അവരെക്കുറിച്ചുള്ള സത്യം പുറത്തു വന്നാൽ ലോകത്തിൻ്റെ ഇപ്പോഴുള്ള സമാധാനവും വ്യവസ്ഥിതിയും തകരുമെന്ന് നോഹ വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് 2 ഏജന്റുമാർ അവിടേക്ക് വരുന്നതും ഹ്യൂഗോ അവരെ വേഗം പുറത്തേക്ക് മാറ്റുന്നുണ്ടെങ്കിലും പക്ഷെ നോഹ പെട്ടെന്ന് തന്നെ അവിടെ അപ്രത്യക്ഷമാവുകയാണ്. എന്നാൽ ആ വന്ന 2 പേരെ നോഹ കണ്ടിരുന്നു. അതിലൂടെ അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടേക്ക് ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ ഉത്തരവിടുകയാണ്. അതിലൂടെ നിലവിൽ അവരെവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനായി. ഒരു ലോക്കൽ ഡൈനറിൽ ഇരിക്കുന്ന ജെയിൻ സിസ്റ്റർ മോറയെ വിളിക്കുന്നുണ്ട്. കാരണം അവളിപ്പോൾ അന്യഗ്രഹ ജീവികളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആകെ ഞെട്ടിത്തിരിച്ച അവസ്ഥയിലാണ്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യരാണ് ദൈവത്തിൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടി എന്ന് പറയുന്നത് കൊണ്ട് ദൈവം മനുഷ്യരെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, അവരെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നു. ഭൂമിയിലെ മികച്ച സൃഷ്ടി മാത്രമാണ് മനുഷ്യർ എന്ന് മോർ അവളെ തിരുത്തുന്നു. പ്രപഞ്ചത്തിൽ വേറെയും ബുദ്ധിയുള്ള ജീവികൾ ഉണ്ടാകാമോ എന്ന രീതിയിൽ ജെയിൻ ചോദിച്ചപ്പോൾ മനുഷ്യർക്ക് മാത്രമായി ഇത്രയും വലിയൊരു പ്രപഞ്ചം ദൈവം സൃഷ്ടിക്കില്ല എന്ന് മോറ പറയുകയാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ തനിച്ചല്ല എന്നാരെങ്കിലും തെളിയിച്ചാൽ അത് തന്നെ ഭയപ്പെടുത്തുമോ എന്ന് മോറ ചോദിക്കുന്നു. അതെന്തിനാണ് ഭയപ്പെടുത്തുന്നതെന്ന് ജെയിൻ തിരിച്ചു ചോദിക്കുന്നു. അങ്ങനെ ഈ സംസാരത്തിന് പിന്നാലെ ഡാനിയൽ കാണിച്ചു തന്ന വീഡിയോയിലെ KCXE എന്ന ചാനൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ജെയിൻ മോറയുടെ സഹായം ചോദിക്കുന്നു. ഇന്നേരം ആ 2 പേർ
ഡാനിയലും മാർഗരറ്റും അവരുടെ യാത്രക്കിടയിൽ അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. 10 വയസ്സിന് മുമ്പുള്ള യാതൊന്നും തനിക്ക് ഓർമ്മയില്ല എന്നവൾ പറയുന്നു. അങ്ങനെ അവർ നിൽക്കുന്നതും പെട്ടെന്നൊരു കുറുക്കൻ അവരെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. കുറച്ചു നേരം അവരെ തന്നെ അങ്ങനെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് തിരികെ പോകുന്നു. ഈ ഒരു സമയത്താണ് നമ്മുടെ സാന്റിയാഗോ ഒരു ഫയർ എഞ്ചിനിൽ കുറേ ഏജന്റുമാർക്കൊപ്പം അവിടേക്ക് എത്തുന്നത്. അവർ ഡാനിയലിനെയും മാർഗരറ്റിനെയും സുരക്ഷിതമായി ഒരു വലിയ വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയാണ് ഹ്യൂഗോ ഉള്ളത്. ഹ്യൂഗോ അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഡാനിയൽ ഫയലുകൾ അടങ്ങിയ ബാഗ് ഹ്യൂഗോയ്ക്ക് കൈമാറുന്നു. താൻ ആരാണെന്ന് മാർഗരറ്റിന് അറിയാമോ എന്ന് ഹ്യൂഗോ ചോദിച്ചപ്പോൾ അവൾ അതെന്ന് പറയുകയാണ്. അവിടെ നിൽക്കുന്ന എല്ലാ ഏജന്റുമാരുടെയും പേര് അവൾ കൃത്യമായി പറയുന്നു. തുടർന്നാകട്ടെ അവൾ അവിടെ ഒരു കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. കാരണം അവളുടെ കുട്ടിക്കാലത്തെ വീട് അതേപടി ആ ഗോഡൗണിനുള്ളിൽ പുനർനിർമ്മിച്ചിരിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ട് അവൾക്കാകെ മൈൻഡ് ഔട്ടായി. എന്താണ് എല്ലാം ഉദ്ദേശിക്കുന്നതെന്നും തന്നെ വെച്ച് എന്തൊക്കെയാണ് ഈ ചെയ്യുന്നതെന്നും അവൾ വയലൻ്റ് ആവുന്നതും. അതിലൊരു സ്ത്രീ വന്ന് അവളെ ശാന്തിയാക്കി കുരിശുവരിക്കുകയാണ്. ഇത് കണ്ടതും തനിക്ക് ആരുടെ ആരാധനമൂർത്തിയാകാൻ താല്പര്യമില്ല എന്നവൾ പറയുന്നു. അങ്ങനെ ഓടി ആ വീട്ടിലേക്ക് കയറുകയാണ്. തുടർന്ന് ആ വീട്ടിലൂടെ നടക്കുന്നതും തൻ്റെ കുട്ടിക്കാലത്തെ കിടപ്പുമുറി അതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ച ആ സ്ഥലത്തേക്ക് എത്തുന്നു. ഇതെല്ലാം കണ്ട് എന്തിനാണ് ഇതൊക്കെ നിർമ്മിച്ചതെന്ന് അവൾ ഹ്യൂഗോയോട് ചോദിക്കുകയാണ്. ഇതിൻ്റെ ഉത്തരം നിന്റെ ആ പഴയ അനുഭവത്തിലേക്ക് നിന്നെ തിരികെ കൊണ്ടുപോകാൻ. എന്തനുഭവമാണ് എന്ന് ഡാനിയൽ ചോദിച്ചപ്പോൾ മാർഗരറ്റും ഡാനിയലും ഒരുമിച്ച് പങ്കിട്ട അനുഭവമാണത് എന്ന് ഹ്യൂഗോ പറയുന്നു. 1996 ഫെബ്രുവരി 23 രാത്രി നടന്ന കാര്യങ്ങൾ എത്രത്തോളം ഓർമ്മയുണ്ടെന്ന് ഹ്യൂഗോ അവളോട് ചോദിക്കുകയാണ്. തനിക്കൊന്നും ഓർക്കാൻ താല്പര്യമില്ല എന്നവൾ തീർത്തു പറഞ്ഞു. എന്നാൽ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിൽ നിന്നും ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് ഹ്യൂഗോ വിശദീകരിക്കുന്നു. ഈ മൂടിവെക്കപ്പെട്ട ഓർമ്മകൾ തുറന്നാൽ മാത്രമേ അവൾക്ക് അവളുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാകൂ എന്നും വെറും ഒരു പാസഞ്ചർ അല്ലാതായി മാറാൻ കഴിയൂ എന്നും അയാൾ പറയുന്നു. ഡാനിയലിൻ്റെ കഴിവുകൾ 15 വർഷം മുമ്പ് പുറത്തു വന്നുവെങ്കിലും മാർഗരറ്റിൻ്റെ കഴിവ് കഴിഞ്ഞ ദിവസമാണ് ഉണർന്നത്. ഇവർ രണ്ടുപേരെയും അന്യഗ്രഹ ജീവികൾ തിരഞ്ഞെടുത്തതാണെന്ന് ഹ്യൂഗോ വെളിപ്പെടുത്തുന്നു. അന്യഗ്രഹ ജീവികളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഡാനിയലിന് ഗണിതശാസ്ത്രത്തിലുള്ള ഈ അപാരമായ കഴിവ് തന്നെ അവർ നൽകിയത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യരുമായി സംവദിക്കാൻ വേണ്ടിയാണ് മാർഗരറ്റിന് ഈ സഹാനുഭൂതിയുടെ എമ്പതിയുടെ കഴിവ് നൽകിയത്. അങ്ങനെ ഹ്യൂഗോ തൻ്റെ പക്കലുള്ള ആ ഒരു ഡിവൈസ് മാർഗരറ്റിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഡാനിയലും അതിലേക്ക് പിടിച്ച് അങ്ങനെ 10 വയസ്സുള്ളപ്പോൾ രാത്രി ഉറങ്ങാൻ കിടന്ന സമയത്ത് എന്തോന്ന് അവളെ ഉണർത്തിയ ആ ഒരു നിമിഷം ഓർക്കാൻ ഹ്യൂഗോ പറയുകയാണ്. അവളത് ഓർത്തെടുക്കാൻ തുടങ്ങി. അന്ന് രാത്രി അവൾ ഒരു ബെഡിലായി പാട്ടും പാടി ഇങ്ങനെ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് വിചിത്രമായി ഒരു മാൻ, ഒരു കാടിൽ പക്ഷി, ഒരു കുറുക്കൻ, ഒരു റക്കൂൺ എന്നിവ അവളുടെ അടുത്തേക്ക് വരുന്നു. അത് പോകുന്ന കണ്ട് അതിൻ്റെ പിന്നാലെ അവൾ പോകുന്നതും ഈ ഒരു ഓർമ്മ മനസ്സിലാക്കുന്ന ഡാനിയൽ ആ മൃഗങ്ങളുടെ പിന്നാലെ പോകരുതെന്ന് അലറുന്നുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, അത് നടന്ന കാര്യമല്ലേ. ഹ്യൂഗോ അവനെ സമാധാനിപ്പിക്കുന്നു. കാരണം അന്യഗ്രഹ ജീവികൾ മനുഷ്യരെ ഭയപ്പെടുത്താതിരിക്കാനാണ് മൃഗങ്ങളുടെ രൂപത്തിൽ വരുന്നതെന്ന കാര്യം പ്രസ്താവിക്കുന്നു. മാർഗരറ്റ് അങ്ങനെ ആ മൃഗങ്ങളെ പിന്തുടർന്നെത്തിയത് കാട്ടിനുള്ളിലെ ഹാൻസൽ ആൻഡ് ഗ്രെറ്റൽ കഥയിലുള്ളതുപോലെ ഒരു വീട്ടിലേക്കാണ്. സത്യം പറഞ്ഞാൽ അതവരുടെ പേടകമായിരുന്നിരിക്കാം. എന്നാൽ അവരുടെ കണ്ണിൽ അങ്ങനെ ഒരു മായയെ തോന്നിയതാകാം. ഉള്ളിൽ കയറിയതും ആ മൃഗങ്ങൾ അവിടെ യഥാർത്ഥ അന്യഗ്രഹ ജീവി രൂപത്തിലേക്ക് മാറി. അവളുടെയും ഡാനിയലിൻ്റെയും ഓർമ്മകളുടെ ആ ഒരു മൊമെൻറ്റ് മെർജാവുന്നതും പേടിച്ചു നിൽക്കുന്ന കൊച്ചു ഡാനിയലിനെ കൊച്ചു മാർഗരറ്റ് സമ്മാനിപ്പിക്കുന്നുണ്ട്. നിമിഷങ്ങൾക്കകം ആ 2 കുട്ടികൾക്കും ഈ അപാരമായ കഴിവുകൾ ലഭിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ പിന്നെ കാണുന്നത്. അങ്ങനെ ഈ ഒരു സംഭവമെല്ലാം റിയലൈസ് ചെയ്യുന്നതും മാർഗരറ്റ് വളരെ ശാന്തിയായി ആദ്യമായി ഹ്യൂഗോയോട് വളരെ ആശ്വാസകരമായി സംസാരിക്കുകയാണ്. ലൊക്കേഷനും മറ്റും വെച്ച് ഈ സമയം തന്നെ വാർഡക്സ് ഏജന്റുമാർ ആ വെയർഹൗസ് വളയുന്നു. തെർമൽ ഇമേജിംഗ് വെച്ചിട്ട് അതിനുള്ളിൽ മൊത്തം 43 ആളുകളുണ്ടെന്ന് ബോയ്ഡ് നോഹയെ അറിയിക്കുന്നു. ഇതിൻ്റെ അകത്ത് മാർഗരറ്റ് മനസ്സിലാക്കി അവർ നമ്മളെ കണ്ടുപിടിച്ചു. രക്ഷപ്പെടാൻ അവൾ ഹ്യൂഗോയോട് ആ ഡിവൈസ് ചോദിച്ചു വാങ്ങുന്നു. എന്നിരുന്നാൽ അവളത് കയ്യിൽ സ്ട്രെയിൻ ചെയ്ത് പിടിക്കുന്നതും ആ വീടും അതിനുള്ളിൽ എല്ലാവരും അദൃശ്യമാകുന്നു. അതായത് പുറമേ നിൽക്കുന്നവർക്ക് അവിടെ ഒന്നുമില്ല, വെറും ഒരു വെയർഹൗസ് മാത്രം. എന്നാൽ അവിടെയുള്ള ആളുകളെയും വീടിനെയും സകലതിനെയും അദൃശ്യമാക്കുന്നത് ഈ ഒരു ഡിവൈസിൻ്റെ കഴിവ് മൂലവും. എന്നാൽ ഈ കഴിവ് അധികം നേരം നിൽക്കില്ലെന്നും വളരെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് കടക്കണമെന്നും അവൾ മുന്നറിയിപ്പ് നൽകുന്നു. കാരണം തങ്ങളെ കാണാൻ കഴിയില്ലെങ്കിലും ഈ ഡിവൈസിൻ്റെ പ്രകാശം അവർക്കറിയാൻ കഴിയും. എന്നാൽ നോഹയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി ചെറിയ ശബ്ദമൊക്കെ കേട്ട് എല്ലാവരോടും നിൽക്കാൻ പറഞ്ഞെങ്കിലും ഏജന്റുമാർ അവിടെ പരിശോധിക്കും മുമ്പ് തന്നെ എല്ലാവരും ചേർന്ന് ട്രക്കിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ആ ട്രക്ക് പോലും അവിടെ അദൃശ്യമായിരുന്നു എന്ന് ഓർക്കണം. അങ്ങനെ പോകുന്നതും ആ ഒരു ഡിവൈസിൻ്റെ കേപ്പബിലിറ്റി മാക്സിമം എടുത്ത പോലെ അത് നശിച്ചു പോവുകയാണ്. എന്തായാലും വൈകാതെ അവർ നേരെ എത്തുന്നത് KCXC ന്യൂസ് സ്റ്റേഷനിലേക്കും. അവിടെ ഇന്നേരം TV യിൽ 3ാം ലോക മഹായുദ്ധത്തിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യൂറോപ്യൻ യൂണിയൻ ബോർഡറുകൾ അടച്ചിരിക്കുകയാണ്. മിസൈൽ ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്ന ഭീതിയിലാണ് ലോകം. മാർഗരറ്റ് അവിടേക്ക് എത്തുന്നതും തൻ്റെ ബോസ് ക്ലേയെ കണ്ട് തൻ്റെ ആ ഒരു വിചിത്ര കഴിവ് ഉപയോഗിച്ച് അവരുടെ മനസ്സ് മാറ്റുകയും തന്നെ ലൈവായി വാർത്ത വായിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഡാനിയൽ നേരെ കൺട്രോൾ റൂമിലേക്ക് പോയി ഹാർഡ് ഡ്രൈവിലെ വിവരങ്ങൾ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്യാൻ തുടങ്ങുന്നു. ഇന്നേരം മുന്നൊരിക്കൽ മാർഗരറ്റ് തൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞ കാര്യമില്ലേ,
അവരിപ്പോൾ തിരിച്ചു വന്നിട്ട് സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും മകളുമായി മാറി സഹോദരിയുടെ വീട്ടിലേക്ക് പോയി എന്ന വാർത്ത അറിയിച്ചിട്ട് തങ്ങളിപ്പോൾ ഹാപ്പിയാണെന്നുള്ള കാര്യം പറയുന്നതും മാർഗരറ്റിന് സന്തോഷം നൽകുന്നു. ഇവിടേക്ക് ഉദ്ദേശം കൃത്യമായി അറിയുന്ന നോഹ ഇതേ ന്യൂസ് സ്റ്റേഷനിലേക്ക് എത്തി തൻ്റെ ടീമിനോട് പ്രധാന പവർ സപ്ലൈയും ബാക്കപ്പ് ജനറേറ്ററും നശിപ്പിക്കാൻ ഉത്തരവിടുന്നു. അവർ മെയിൻ പവർ കട്ട് ചെയ്തതോടെ കെട്ടിടം പൂർണ്ണമായി ഇരുട്ടിലാകുന്നു. എന്നാൽ നിമിഷങ്ങൾക്കകം ബാക്കപ്പ് ജനറേറ്റർ പ്രവർത്തിച്ചു തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ ജെയിൻ മുന്നിൽ ഡാനിയൽ നൽകിയ ആ ഒരു ഡിവൈസുമായി അവിടേക്ക് വരുന്നത്. മാർഗരറ്റ് വാർത്ത വായിക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പേ നോഹയുടെ ടീം ആ ബാക്കപ്പ് ജനറേറ്ററും ഓഫാക്കുകയാണ്. ഇതോടെ അവർക്ക് സത്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനും ഇല്ലാതായി. അങ്ങനെ നോഹ സ്റ്റേഷനിലുള്ളിലേക്ക് കടന്നു വരുന്നു. എന്നാൽ കൃത്യസമയത്തോടെയെത്തിയ ജെയിൻ ആ ഒരു ഡിവൈസ് മാർഗരറ്റിൻ്റെ കയ്യിൽ കൊടുക്കുകയും അവളോട് സത്യം ലോകത്തോട് വിളിച്ചു പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മാർഗരറ്റ് ആകട്ടെ ആ ഒരു ഡിവൈസ് ഉപയോഗിച്ച് സ്റ്റേഷനിലെ പവർ തിരികെ കൊണ്ടുവരികയാണ്. എന്നാൽ ഇത് കണ്ട് ബോയ്ഡ് നോഹയോട് അവരെ തടയുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും നോഹ വളരെ ശാന്തനായി ഒരു കസയിൽ ഇരിക്കുകയാണ് ചെയ്തത്. കാരണം അയാൾക്ക് മനസ്സിലായി ആ ഡിവൈസിൻ്റെ ശക്തിയും മാർഗരറ്റിൻ്റെ റിയലൈസേഷനും. അതുകൊണ്ട് ഇനി എത്ര ശ്രമിച്ചാലും ആർക്കും അവരെ തടയാൻ കഴിയില്ല എന്നാ തിരിച്ചറിവിൽ അയാൾ അവിടെ ഇരിക്കുമ്പോൾ ഇത് കണ്ട് ദേഷ്യം വന്ന ബോയ്ഡ് അവിടേക്ക് ഇറങ്ങിപ്പോകുന്ന അതേ സമയം തന്നെ മാർഗരറ്റ് തൻ്റെ ലൈവ് ബ്രോഡ്കാസ്റ്റ് ആരംഭിക്കുകയാണ്. അവൾ ഈ ഒരു ദിവസത്തെ ഡിസ്ക്ലോഷർ ഡേ, സത്യം വെളിപ്പെടുത്തുന്ന ദിവസം എന്ന് വിശേഷിപ്പിച്ച് തുടങ്ങി. 1947 കുപ്രസിദ്ധമായ ആ റോസ്വെൽ സംഭവത്തിൽ തുടങ്ങി അന്യഗ്രഹ ജീവികളെ രഹസ്യമായി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയതിൻ്റെ എല്ലാ തെളിവുകളും അവർ പുറത്തുവിടുന്നു. വാർഡെക്സും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസും ചേർന്ന് ഇത്രയും കാലം ഈ സത്യങ്ങൾ മറച്ചുവെക്കുകയും അന്യഗ്രഹ ജീവികളോട് ക്രൂരത കാണിക്കുകയും ചെയ്തു എന്നവൾ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇന്നേരം കൺട്രോൾ റൂമിൽ ഡാനിയൽ സ്റ്റേഷൻ ഡയറക്ടറോട് ന്യൂയോർക്ക് കൺട്രോൾ സെൻറ്ററുമായി ബന്ധപ്പെടാനും അതുവഴി ലോകത്തുള്ള എല്ലാ സ്ഥലത്തേക്കും ഈ വാർത്ത എത്തിക്കാനായിട്ട് അവിടെയുള്ള സകല നെറ്റ്വർക്കുകളിലേക്കും ഈ അപ്ഡേറ്റ് നൽകാനും ആവശ്യപ്പെടുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ലോകം മുഴുവൻ ഈ ലൈവ് ബ്രോഡ്കാസ്റ്റ് കാണാൻ തുടങ്ങി. അങ്ങനെ അവർ ആ സത്യങ്ങൾ മൊത്തം അറിയുകയാണ്. അന്യഗ്രഹ ജീവികളെ യഥാർത്ഥത്തിൽ കണ്ടെത്തിയതും അവരുടെ പേടകവും അവരെ ചേർത്തുന്ന രഹസ്യ എക്സ്പെരിമെൻസും. അവസാനമായി ഹ്യൂഗോ ഇൻവിവോ 17 എന്ന അന്യഗ്രഹ ജീവിയെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു ത്രസിപ്പിക്കുന്ന നിമിഷം. അങ്ങനെ ആ അന്യഗ്രഹ ജീവി ഡാനിയലിനോട് അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നു. നമ്മളൊരിക്കൽ മാർഗരറ്റ് സംസാരിക്കുന്നതായി കണ്ട അതേപോലെയുള്ള ഭാഷയിൽ. ഡാനിയലാകട്ടെ തൻ്റെ മാത്തമാറ്റിക്കൽ കഴിവിലൂടെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മാർഗരറ്റിൻ്റെ ചെവിയിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു സന്ദേശം മാർഗരറ്റ് ലോകത്തോട് പറയാനായി നേരെ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വന്നിട്ട് പറയാൻ തുടങ്ങുകയാണ്. ലിസൺ, ശ്രദ്ധിക്കുക. ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ഈ കഥ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഡിസ്ക്ലോഷർ ഡേ. ലിസൺ, ഇത് മനഃപൂർവ്വം പല രീതിയിൽ ചിന്തിക്കാൻ വിട്ടുന്നൊരു ഓപ്പൺ എൻഡിങ് എന്ന് നമുക്ക് പറയാം. കാരണം ഇതിന് പ്രധാനമായും 2 അർത്ഥങ്ങൾ വരാം. ഒന്ന്, ശ്രദ്ധിച്ചു കേൾക്കൂ, അന്യഗ്രഹജീവി എന്നോട് രഹസ്യമായി പറഞ്ഞത് ഇതാണ് എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാകാം. അല്ലെങ്കിൽ പരസ്പരം അടിയും ബഹളവും ഉണ്ടാക്കാതെ മറ്റുള്ളവർ പറയുന്നതെന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കുക. പ്ലീസ് ലിസൺ എന്നൊരു അപേക്ഷയോ കൽപ്പനയോ ആകാം ഇത്. മാർഗരറ്റ് ഉദ്ദേശിച്ചത് എന്താണെങ്കിലും നമ്മൾ കേൾക്കുന്നത് ആ ഒരു വാക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വിചാരിക്കുന്നത് തെറ്റില്ല. ലോകത്തിൻ്റെ നിലനിൽപ്പിനെയും സമാധാനത്തെയും കുറിച്ചുള്ള വളരെ വലിയൊരു സന്ദേശമാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനുഷ്യരിലെ സഹാനുഭൂതിയും സ്നേഹവും ഇല്ലാതാകുമ്പോഴാണ് ലോകം നശിക്കുന്നതെന്ന് ഈ അന്യഗ്രഹികളുടെ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. തികച്ചും വ്യത്യസ്തവും ആകാംക്ഷ നിറഞ്ഞതുമായ ഒരനുഭവമാണ് ഈ ഒരു കഥ നൽകിയത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? പങ്കുവയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസുമായി നമുക്ക് വീണ്ടും കാത്തിരുന്ന് കാണാം.